വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്. സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം. മയൂരി ഗോൾഡൻ ഡയമണ്ട്സ്, കാളികാവ് റോഡ്, ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ, വണ്ടൂർ. പോരൂർ ചാത്തങ്ങോട്ടുപുറം താലപ്പൊലിപ്പറമ്പിലെ ആക്രമണം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ നടത്തിയതാണെന്ന കോൺഗ്രസിന്റെ ആരോപണം രാഷ്ട്രീയ പ്രേരിതമാണെന്ന് വാർഡംഗം കണ്ണിയൻ കരീം. ന്യൂ ഇയർ ആഘോഷം കുടുംബസംഗമമായാണ് നടത്തിയത്. ആഘോഷത്തിൽ കോൺഗ്രസ് അംഗങ്ങളുടെ മക്കൾ അടക്കം പങ്കെടുത്തിട്ടുണ്ട്. സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്തണമെന്നാവശ്യപ്പെട്ട് സിഐക്ക് പരാതി നൽകിയതായും കണ്ണിയൻ കരീം പറഞ്ഞു. താൻ കുടുംബസമേതമായാണ് പുതുവത്സരാഘോഷം സംഘടിപ്പിച്ചത്. പരിപാടി സമാധാനപരമായി പൂർത്തിയാക്കാൻ സാധിച്ചു. പരാജയത്തിൽ നിന്ന് ഇപ്പോഴും കോൺഗ്രസ് മുക്തി നേടിയിട്ടില്ല. കണ്ണിയൻ കരീം പറയുന്നു. തികച്ചും യുവതാര ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അവിടെ ന്യൂ ഇയർ ഭാഗമായി അവിടെ ചാത്തങ്കുണ്ട് പുറത്ത് താല്പര്യപ്പറമ്പിൽ വെച്ചിട്ട് വളരെ സമാധാനപരമായ ഒരു ന്യൂ ഇയർ പ്രോഗ്രാമാണ് യുവതാര ക്ലബ്ബ് സംഘടിപ്പിച്ചിരുന്നത്. അതിൽ ആ പ്രദേശത്തുള്ള മുഴുവൻ ജനങ്ങളെ, അതിൽ ജാതി മതം നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, BJPയുടെയും കോൺഗ്രസിന്റെയും അത് CPMന്റെ വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ ആളുകൾ ആണ് ആ പരിപാടി പങ്കെടുത്തത്. ആ പരിപാടിയുടെ തുടക്കം മുതൽ ഞാൻ സ്ഥലത്തുണ്ട്. കാരണം 7 മണിക്ക് തുടങ്ങി അതിൽ കുട്ടികളുടെ പരിപാടി ആണ് അധികം. അതേമാതിരി സ്ത്രീകളുടെ ഡാൻസ്, ഒപ്പന, എല്ലാ വയസ്സായ ആളുകൾ എല്ലാം സജീവമായ പരിപാടിയായിരുന്നു. തികച്ചും മതേതര ആയിട്ട് അടിസ്ഥാനത്തിൽ നടത്തിയ പരിപാടിയാണ്. കാരണം പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ചാത്തമംഗലം അമ്പലം ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടും അമ്പലത്തിന്റെ ആളുകളെ കണ്ട് അവരൊക്കെ സമ്മതം വാങ്ങിയിട്ടാണ് ഈ പരിപാടി നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തികച്ചും, കാരണം ന്യൂ ഇയർ സാധാരണഗതിയിൽ നാട്ടിൽ അലമ്പായി ഉണ്ടാകുന്ന സാഹചര്യമാണ്. അതിന് മാറ്റം വരുത്താൻ വേണ്ടിയാണ് എന്നോട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ സംഘാടകര് നമുക്ക് ഈ രീതിയിലല്ല, ഇവിടുത്തെ നാട് കുടുംബ യോഗം എന്ന രീതിയിൽ കുടുംബങ്ങളൊക്കെ പങ്കെടുക്കുകയും അവർക്ക് നല്ല ഭക്ഷണമൊക്കെ കൊടുത്തിട്ടാണ് ഈ പരിപാടി നടന്നത്. അപ്പൊ നല്ല സമാധാനപരമായി നടന്ന പരിപാടിയും അതുപോലെ നല്ല കളർഫുൾ ആയ ഒരു പരിപാടിയാണ് നടന്നത്. വളരെ സമാധാനം. ആ ഫംഗ്ഷൻ കണ്ട ആളുകൾക്ക് അറിയാം. അത്ര എല്ലാ ആളുകളും അപ്രീഷിയേറ്റ് ചെയ്തു. അപ്പൊ ഈ പരിപാടിക്കാണ് ഭയങ്കര വിജയമായപ്പോൾ അതിൽ വിരളി കൊണ്ട് ഉണ്ടായ ഒരു പ്രകോപനമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം ഞാൻ ഈ പരിപാടി കഴിഞ്ഞ് 12 മണിക്ക് പരിപാടി അവസാനിച്ചത് ഞാനും എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ, എൻ്റെ പേരക്കുട്ടി, 1.5 വയസ്സായ പേരക്കുട്ടി വരെ ഈ 12 മണി വരെ ഈ പരിപാടി പങ്കെടുത്തിരുന്നു. അങ്ങനെ ഈ പരിപാടി കഴിഞ്ഞ ശേഷം അവരൊക്കെ വേറെ വണ്ടി പറഞ്ഞയച്ച് ഞാൻ അവിടെ ബാക്കിയുള്ള മറ്റുള്ള ഫാമിലികളൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് നല്ല എനിക്ക് പിരിഞ്ഞു പോയി. അങ്ങനെ 12 മണിക്ക് ഞാൻ അവിടുന്ന് പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്ത് ട്രാൻസ്ഫോമറിന്റെ ഭാഗത്ത് 4-5 വണ്ടിയും അപരിചിതരെ കുറെ ആളുകളും കണ്ടു. അപ്പോൾ ഞാൻ ഈ പരിപാടി നടക്കുമ്പോൾ തന്നെ അവരുടെ സംസാരം കേട്ടിരുന്നു. അവിടെ കുറെ മദ്യപാനികളും കുറെ ആളുകൾ കുറെ അടിപിടിയൊക്കെ നടക്കേണ്ടതിൽ വിവരം കേട്ടിരുന്നു. അതുമാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം ആളുകൾ അതിൽ വന്ന് എനിക്ക് വോട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ കോൺഗ്രസിലെ വേറൊരാളെ വിളിക്കുകയും ഒരു ബാബു എന്ന ആള് വേറൊരാളെ വിളിച്ച് അടിച്ചു എന്നൊക്കെ ഒരു ന്യൂസും കേട്ടു. അപ്പൊ ഏതായാലും ഞാൻ പോകുന്ന വഴിയിൽ പിന്നെ ഞാൻ ഒറ്റക്കുള്ള വണ്ടിയിൽ, അപ്പോൾ ഈ അപരിചിത ആളുകളും കുറെ ആളുകൾ കൂട്ടം കൂടി വന്നപ്പോൾ ഞാൻ പിന്നെ വണ്ടി നിർത്താതെ പോയി. അങ്ങനെ പോയി അതിന്റെ ശേഷം ഞാൻ വീട്ടിലെത്തി. രാവിലെ എനിക്കാണെങ്കിൽ എൻ്റെ മോള് എയർപോർട്ടിൽ പോവാണ്, കൊച്ചി എയർപോർട്ടിലാണ് പോകുന്നത്. ഞാൻ അവരേറ്റ് കൊച്ചി എയർപോർട്ടിൽ പോകുന്ന വഴിയിൽ വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ രാത്രിയിൽ അവിടെ രാത്രി മറവില് അവിടെ കോൺഗ്രസിന്റെ ബോർഡുകളെ തകർക്കപ്പെട്ടു. അതേമാതിരി അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അതിന്റെ ബോർഡിൽ ഇത് കയറി എന്നുള്ള വിവരമൊക്കെ അറിയുന്നത്. ഇത് തികച്ചും അത് കഴിഞ്ഞു. അതിന് ശേഷം ഞാൻ അതിനെ പറ്റി ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. പിന്നെയാണ് വാർത്താ സമ്മേളനം നടത്തി അവിടെ കോൺഗ്രസിന് ഉത്തരവാദപ്പെട്ട ആളുകൾ മെമ്പറുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടിയൊക്കെ നടന്നത് എന്ന് തികച്ചും അടിസ്ഥാനരഹിതമായ ആരോപണം ഉന്നയിച്ചിരിക്കുകയാണ്. ഇത് എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ തികച്ചും രാഷ്ട്രീയപരമായി പരാജയം. ആ പരാജയത്തിന് ഇപ്പോഴും അവർ മുക്തി നേടിയിട്ടില്ല. അതിനു വേണ്ടി പരാജയത്തിന്റെ ഇതിന്ന് ഇപ്പോഴും വാർത്താ സമ്മേളനത്തിന് പറയുന്നുണ്ട്, കേരളത്തിലും പഞ്ചായത്തിലൊക്കെ മുഴുവൻ വാർഡ് കിട്ടിയപ്പോൾ ഇത് പ്രത്യേക സാഹചര്യത്തിലാണ് ഈ വാർഡ് നഷ്ടപ്പെട്ടത്. പരാജയം ഇപ്പോഴും അവർക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതിന്റെ ഭാഗമാണ് ഇത്തരം ആരോപണങ്ങളും ഈ പ്രവൃത്തിയും എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം അവിടുത്തെ ജനങ്ങൾക്ക് അറിയാം, അവിടെ നമ്മൾ സമാധാനം മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. അവിടെ ഒരു അക്രമത്തിനോ മറ്റു നേതൃത്വം കൊടുക്കാൻ ഒരു മെമ്പറെ പണി ഇനി എന്താ, മെമ്പറായി കഴിഞ്ഞാൽ സമാധാനത്തിൽ നല്ല ആ വാർഡിൽ വികസനവും അതേമാതിരി അവിടുത്തെ നാട്ടിലെ ആളുകൾ ജനോപരമായ പരിപാടികൾ നടത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നാണ് മെമ്പർ ലക്ഷ്യം. അല്ലാതെ അതുകൊണ്ടാണ്
സമാധാനമായ ന്യൂ ഇയർ പ്രോഗ്രാം പോലും ഈ രീതിയിൽ കുടുംബസംഘമായി സംഘടിപ്പിച്ചുള്ളത്. അങ്ങനെ സംഘടിപ്പിച്ചതിൽ ഇത്രയും പരിപാടി ഇനി നടന്നാൽ അവർക്ക് രാഷ്ട്രീയപരമായി പരാജയം സംഭവിക്കുമെന്നതിന്റെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ടാക്കിയ പരിപാടിയായിട്ടാണ് ഇത് എനിക്ക് ബോധ്യപ്പെടുന്നത്. അതേമാതിരി സാധാരണ ഇത് ചിന്തിക്കുന്ന ആളുകളും. കാരണം ഈ പരിപാടിയിൽ തന്നെ കോൺഗ്രസിന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ വരെ വന്ന് പാടിയിട്ടുണ്ട്. അവിടെ പ്രൊഫഷണലായ മക്കൾ ഈ പാടിയിട്ടുണ്ട്. ഇതൊക്കെ ജനങ്ങൾക്ക് അറിയാം. അപ്പൊ അതിനൊക്കെ അവിടെ മറിക്കാനും നല്ല നടത്തിയ ഒരു പരിപാടിനെ കളങ്കം ചാർത്താനും അതൊരു ആ രീതിയിൽ പ്രചരണം ഉണ്ടാക്കാനാണ് ഈ പരിപാടിയോട് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകളെ ജനമധ്യത്തിലും അതേമാതിരി അത് നിയമത്തിന് പോലും കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ടോ ഞാൻ വണ്ടൂസിയേക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അത് ആര് തെറ്റ് ചെയ്തോ ആ തെറ്റ് ചെയ്ത ആളുകളെ കണ്ടുപിടിച്ച് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നാണ് ഇതിന്റെ ആവശ്യം. അത് തെളിയിക്കലാണ് നാട്ടുകാരുടെ ആവശ്യം. സമാധാനം മാത്രമേ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളൂ, മറ്റുള്ള ഒരു ഇതും ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ല. ഇതാണ് ഈ വിഷയത്തിൽ ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. സാമൂഹ്യ വിരുദ്ധർ ബോർഡുകൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം. അതിനു പകരം ഇതെല്ലാം CPM-ന്റെ മേൽ കെട്ടിവെക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളതെന്ന് ടി ജുനൈദ് പറഞ്ഞു. ഇന്നലെ ഞങ്ങളൊരു പത്രസമ്മേളനം കണ്ടു. ആ പത്രസമ്മേളനത്തിനകത്ത് പറയുന്നത് താലപ്പൊലിപ്പറമ്പിലെ CPM വളരെ ആക്രമണം നടത്തി വലിയ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്നു എന്ന രീതിയിലുള്ളൊരു പത്രസമ്മേളനമാണ് ഞങ്ങൾ കണ്ടിട്ടുള്ളത്. നമുക്കറിയാം, കഴിഞ്ഞ ജനാധിപത്യ സംവിധാനത്തിൽ തെരഞ്ഞെടുപ്പ് വരും. തെരഞ്ഞെടുപ്പിനകത്ത് ജയവും പരാജയവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ പരാജയമാണെങ്കിലും അത് ജയമാണെങ്കിലും അത് അംഗീകരിക്കുക, ജനവിധിയെ മാനിക്കുക എന്നുള്ളതാണ് നമ്മളെ രാഷ്ട്രീയ പൊതുപ്രവർത്തകന്മാരുടെയൊക്കെ എല്ലാവരുടെയും ബാധ്യത. പക്ഷേ 19-ാം വാർഡിനകത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനകത്ത് വാർഡ് മെമ്പർ, ഇടതുപക്ഷത്തിൻ്റെ വാർഡ് മെമ്പർ വലിയ ഭൂരിപക്ഷത്തോടു കൂടി ഞെട്ടിക്കുന്നൊരു വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. അവിടെയുള്ള ജനങ്ങളാകെ വലിയ പിന്തുണ നൽകിക്കൊണ്ട് വിജയിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട്. പക്ഷേ ഇതിൽ തോൽവി സംഭവിച്ചിട്ടുള്ള, അവിടെ മത്സരിച്ചിട്ടുള്ള ആളുകളും അതുപോലെ തന്നെ തോൽവി സംഭവിച്ചിട്ടുള്ള ചില ആളുകൾക്ക് വലിയ ദുഃഖവും അതേപോലെ തന്നെ വലിയ പ്രകോപനപരമായിക്കൊണ്ടുള്ള ഒരു സമീപനമാണ് അതിനുശേഷം സ്വീകരിച്ചിട്ടുള്ളതാണ്. ഇടതുപക്ഷവും CPM-ഉം ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അക്രമത്തെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ വായനശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടെയുള്ള 3 വയസ്സ് മുതൽ 65 വയസ്സ് വരെയുള്ള അച്ഛനമ്മമാർ, വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആളുകൾ എല്ലാവരും കുടുംബസമേതം വന്നുകൊണ്ട് ഈ നമ്മുടെ ഈ ന്യൂ ഇയർ പരിപാടി ആഘോഷിക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. എല്ലാവരും വളരെ സമാധാനത്തോടും സന്തോഷത്തോടു കൂടി കുടുംബസമേതം വന്നുകൊണ്ട് ഒരു പരിപാടിയായിരുന്നു ആ പരിപാടി. അത് വളരെ സമാധാനത്തോടു കൂടി പോയി അത് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ അതിനുശേഷം നടന്നിട്ടുള്ള സാമൂഹ്യ വിരുദ്ധർ നടത്തിയിട്ടുള്ള അവരുടെ ബോർഡുകൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നിയമത്തിൻ്റെ ആരാണെങ്കിലും അവരെ നിയമത്തിനകത്ത് കൊണ്ടുവരണം എന്നുള്ളതാണ് പറഞ്ഞത്. പക്ഷേ അതിനു പകരം കണ്ണടച്ചുകൊണ്ട് അത് CPM ആണ് എന്ന് പറഞ്ഞ് ആരോപിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത്. CPM ഒരിക്കലും അക്രമത്തെ ഒരു കാരണവശാലും ഞങ്ങൾ വെച്ചുപുറപ്പിക്കുന്നില്ല, ഞങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. ഇതിൽ തെറ്റിദ്ധരിക്കപ്പെടുന്ന പാവപ്പെട്ട സാധാരണക്കാരായിട്ടുള്ള നല്ല കോൺഗ്രസ് പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട് അവിടെ. അവരെ കൂടി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പ്രകോപനം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അവിടുത്തെ നേതൃത്വം മാറുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആ രീതിയിലേക്ക് പോകരുത്. നമ്മുടെ നാടിൽ നിലനിൽക്കുന്ന ഒരു സമാധാനവും അന്തരീക്ഷവും എല്ലാം ഉണ്ട്. ആ സമാധാനവും അന്തരീക്ഷവും നിലനിർത്തിക്കൊണ്ട് പോകാൻ നിങ്ങളുടെ കൂടെ സഹായം ഞങ്ങൾക്ക് വേണമെന്നുള്ളതാണ്. കാരണം നമ്മുടെ നാടാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ തെറ്റായ രീതിയിലേക്ക് നിങ്ങൾ വാർത്തകൾ ഒളിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ഏറ്റിട്ടുള്ള അഗാധമായ പരാജയത്തിൽ അതിൻ്റെ ജാള്യത മറക്കുന്നതിന് വേണ്ടി CPM-ന് നേരെ ആക്രമണം അയച്ചുവിടുകയല്ല, മറിച്ച് നിങ്ങൾ നല്ല രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തണം എന്നുള്ളത് അതിനെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളത് കൂടിയാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഞങ്ങൾ ഈ സാമൂഹ്യ വിരുദ്ധരെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് എതിരായിക്കൊണ്ട് എക്കാലത്തും നിങ്ങളോടൊപ്പം നിങ്ങളും കൂടിച്ചേർന്നുകൊണ്ട് ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്. ഈ കഴിഞ്ഞ ന്യൂ ഇയർ പ്രോഗ്രാമിൽ യുവതാര വായനശാല ഒരു അതിഗംഭീരമായ ഒരു പരിപാടി സംഘടിപ്പിച്ചു. നാട്ടിലുള്ള എല്ലാ കുടുംബാംഗങ്ങളെയും ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും അത് വളരെ ഭംഗിയായി പൂർത്തീകരിക്കുകയും ചെയ്തു. അതിനുശേഷം കുറച്ച് അനിഷ്ട സംഭവങ്ങൾ നാട്ടിൽ ഉണ്ടായിരിക്കുകയുണ്ടായി. അതിൽ യുവതാര വായനശാലയുടെ പ്രവർത്തകർക്ക് യാതൊരു ബന്ധവുമില്ല. ആ പരിപാടി അവസാനിപ്പിക്കുകയും എല്ലാ ആളുകളും അതാത് സമയങ്ങളിൽ അവരുടെ വീടുകളിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇത്രയും കുട്ടികളും വൃദ്ധരായ ജനങ്ങളും എല്ലാവരും പങ്കെടുത്ത ഒരു പരിപാടിയുമായിരുന്നു. യുവതാര ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു പൊതുപരിപാടിയല്ല. നിരവധി വർഷങ്ങളായിട്ട് ഓരോ ക്രിസ്തുമസ്, അതുപോലെ ഓണാഘോഷ പരിപാടികൾ, അതുപോലെ ന്യൂ ഇയർ പ്രോഗ്രാം, ഇത്തരം ജനോപകാരപ്രദമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വായനശാലയാണ് യുവതാര വായനശാല. അതുപോലെ തന്നെ ജനങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന കൊറോണ കാലഘട്ടങ്ങളിലും പ്രളയത്തിലും ഒക്കെ നിരവധിയായ പ്രവർത്തനങ്ങൾ
വായനശാല മാതൃകാപരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാടിൻ്റെ ഒരു പ്രധാന ഉത്സവമായിട്ടുള്ള ചാത്തൻകോട്ടുപുറം താലപ്പൊലിയിൽ എല്ലാ ആളുകളും യുവതാരയുടെ പ്രവർത്തകരൊക്കെ പങ്കെടുത്തുകൊണ്ട് അതുപോലെ നാട്ടിലേക്ക് വരുന്ന ജനങ്ങൾക്ക് കുടിവെള്ള വിതരണം ഒക്കെ നടത്തി നല്ലൊരു മാതൃകാപരമായ നടപടികളാണ് ഇന്നുവരെ യുവതാരയുടെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അത് നാട് എല്ലാവിധ ആളുകൾക്കും അറിയാം. പക്ഷേ ഇതിനൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് ഈ ആരോ ചെയ്തു വെച്ച പ്രവൃത്തിയിൽ UDF ആരോപണം ഉന്നയിക്കുന്നത്. ഈ പ്രവൃത്തിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല യുവതാരയ്ക്ക് എന്ന് തന്നെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്. ആക്രമണത്തിന് പിന്നിൽ വാർഡ് മെമ്പറാണെന്ന് കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ. 8 വർഷക്കാലമായി നമ്മുടെ മനസ്സറിഞ്ഞ് നമ്മുടെ സ്വന്തം വെഡിങ് സെന്റർ ലൈബ വെഡിങ് സെന്റർ. വില വളരെ കുറവാണ്. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.